السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان أعوذ بكلمات الله التامات من كل شيطان وهمة ومن كل عين لامة സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നു പോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹസ്സനാക്കണേ അല്ലാഹ്. നീ പരിപൂർണ നിലക്ക് നീ ഹസ്സനാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിന് ഹൃദയം കൊണ്ട് ഇഷ്ടം വെച്ചവര്, ഈ മജ്ലിസിന്റെ മുഹിബ്ബീങ്ങള്, ഈ മജ്ലിസിന്റെ ഖാദിമീങ്ങള്, ഈ മജ്ലിസിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവർ അല്ലാഹുവേ നീ തളർത്തല്ല അല്ലാഹ്. അവർക്ക് പരാജയം കൊടുക്കല്ല അല്ലാഹ്. അല്ലാഹുവേ അവരെ ബുദ്ധിമുട്ടിലാക്കല്ല അല്ലാഹ്. അവരെല്ലാ മുറാദും നീ ഹസ്സനാക്കണേ അല്ലാഹ്. നീ ഹസ്സനാക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിന്റെയും ഇസ്തിഗ്ഫാറിന്റെയും സ്വലാത്തിന്റെയും ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹു അവരെ സകലമായ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അവരെ ബുദ്ധിമുട്ടുകളെ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. നീ തീർത്തു കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസ് ദിക്റിന്റെ ദുആഇന്റെ മജ്ലിസ്, അത്ഭുതകരമായിട്ടുള്ള ദിക്റിന്റെ ദുആഇന്റെ മജ്ലിസ്. ധാരാളം ആളുകൾക്ക് വലിയ ഇജാബത്ത് ലഭിച്ച മജ്ലിസ്, വലിയ ഉത്തരം ലഭിച്ച മജ്ലിസ്. ധാരാളം ആളുകൾക്ക് വലിയ ഉത്തരം ലഭിച്ച മജ്ലിസ്. ഈ മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ടും നമ്മൾ മജ്ലിസിൽ ചൊല്ലുന്ന ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ടാണ് അവർക്ക് വലിയതായി ഉത്തരം ലഭിച്ചത്. സ്വലാത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ നിലനിർത്തണേ അല്ലാഹ്. നീ നിലനിർത്തണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഒരുമിച്ചിട്ടുള്ളത് പരിശുദ്ധമാക്കപ്പെട്ട ശവ്വാൽ മാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ദിവസത്തിൽ, രണ്ടാമത്തെ വെള്ളിയാഴ്ച പകലിലാണ് എൻ്റെ മുഅ്മിനീങ്ങളെ പവിത്രമാക്കപ്പെട്ടൊരു ദിവസമാണ്. വെള്ളിയാഴ്ചന്റെ പോരിശ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. വലിയ പോരിശയേറിയ ദിവസവും വലിയ പോരിശയേറിയ ദിനത്തിലുമാണ് എൻ്റെ മുഅ്മിനീങ്ങളെ ഞാൻ നിലകൊള്ളുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചൊല്ലുക ഒരു പ്രഭാത സമയത്ത്, രാവിലെ സമയം, പ്രഭാത സമയത്ത് മഹാന്മാരെ ഹദ്റത്തിലേക്ക് ഫാത്തിഹ വിളിക്കുന്ന മജ്ലിസ്. അല്ലാഹുവേ നീ ഉത്തരം നൽകണേ അല്ലാഹ്. നീ ഉത്തരം നൽകണേ അല്ലാഹ്. നീ ഉത്തരം നൽകണേ അല്ലാഹ്. നീ ഉത്തരം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ കൊയക്കല്ലേ അല്ലാഹ്. ധാരാളം പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട്, എടങ്ങേറുകൾ പറഞ്ഞുകൊണ്ട് ഈ മജ്ലിസിൽ ഇരിക്കുന്നവരുണ്ട്. അല്ലാഹ് മുറാദ് നീ ഹസ്സനാക്കി കൊടുക്കണേ അല്ലാഹ്. ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. നീ സഫലീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് അങ്ങനെ ധാരാളം ദുആ വസിയത്തുകൾ, ധാരാളം. ഇന്നലെ ഒരു സഹോദരൻ എനിക്ക് വിളിച്ച് ആ അനുഭവം ഇൻഷാ അല്ലാഹ് പറയാം. ഇന്നലെ വിളിച്ചുകൊണ്ട് അവർ ദുആ വസിയത്ത് അറിയിച്ചിരുന്നു. തങ്ങളെ വലിയ പ്രയാസത്തിലാണ്, വലിയ ബുദ്ധിമുട്ടിലാണ്. വേറൊന്നുമല്ല, മകൾക്ക് ഡെലിവറി ആയിട്ടുണ്ട്. ഇതുവരെ ഓപ്പറേഷൻ ആയിരുന്നു. ഇത് മൂന്നാമത്തതാണ്. ഇതും ഓപ്പറേഷനാണ് അവർ പറയുന്നത്. ഡോക്ടേഴ്സ് പറയുന്നത് ഇത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അതിന് പ്രിപ്പയർഡ് ആയി നിങ്ങൾ വന്നോളൂ. അവർ പോകുന്നതിന് മുമ്പ് ലാബ് റൂമിലേക്ക് മകളെ കയറ്റിയ സമയത്ത് ഇവരുടെ ഉമ്മയുമായി ബന്ധപ്പെട്ടിരുന്നു. മജ്ലിസിൽ പ്രത്യേകമായി ദുആ ചെയ്യണേ എന്ന് അവർ വസിയത്ത് ചെയ്തിരുന്നു. കഴിഞ്ഞ മജ്ലിസിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പാണ് ഈ അനുഭവം ഉണ്ടായത്. ദുആ വസിയത്ത് അവർ അറിയിച്ചിരുന്നു. ഞങ്ങളെ ദുആ ചെയ്യണേ. മകള് ലാബ് റൂമിലാണ്. രണ്ടും ഓപ്പറേഷൻ ആയിരുന്നു. ഇത് ഓപ്പറേഷനാണ് പറഞ്ഞിട്ടുള്ളത്. സുഖപ്രസവത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. നമ്മളെ മജ്ലിസിൽ നമ്മൾ ദുആ ചെയ്തു. അൽഹംദുലില്ലാഹ്. ആ സഹോദരി വിളിച്ചുകൊണ്ട് സന്തോഷം അറിയിച്ച്, ഇന്നലെ സന്തോഷം അറിയിച്ച് തങ്ങളെ സുഖപ്രസവമായിട്ടുണ്ട്, പെൺകുട്ടിയാണ്, നിങ്ങളെ ദുആ ചെയ്യണം, നിങ്ങളൊരു നല്ല ഹൈറായ ഒരു പേര് കുട്ടിക്കിടാൻ പറ്റിയൊരു പേരും പറഞ്ഞു തരണം.
ആ പേരും പറഞ്ഞിട്ടാണ് കോള് കട്ട് ചെയ്തത്. അങ്ങനെ ധാരാളം വസിയത്തുകൾ, അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ അറിയുന്ന കാര്യങ്ങൾ, അറിയിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരികയാണ്. കാരണം ഡോക്ടർമാർ വരെ ഇത് പറയാനുള്ള കാരണം, ഡോക്ടർമാർ വരെ പറഞ്ഞത് എന്താണ്, ഇത് ഓപ്പറേഷൻ ചെയ്യേണ്ടിയിരുന്നു. രണ്ടും ഓപ്പറേഷൻ ആയിരുന്നു. ഓപ്പറേഷൻ ചെയ്താൽ ആള് കാണാനില്ല, വലിയ പ്രയാസത്തിലാണ്, വലിയ പ്രതിസന്ധിയിലാണ്. ഓപ്പറേഷൻ ആയാൽ വലിയ ബുദ്ധിമുട്ടാണ് തങ്ങളെ. 3 ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അടുത്തത് ഇത് ഓപ്പറേഷൻ ആണെങ്കിൽ അവർ നിർത്താനുള്ളൊരു പൊസിഷനിലാണ്, അവർ നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടാണല്ലോ, വലിയ പ്രയാസമല്ലേ. അപ്പൊ ഇത് ഓപ്പറേഷൻ ഇല്ലാതെ കേസിലാവാൻ നമ്മൾ ദുആ ചെയ്യണം. അങ്ങനെ പറഞ്ഞപ്പോഴാണ് നമ്മൾ മജ്ലിസിൽ ദുആ ചെയ്ത് അൽഹംദുലില്ലാഹ്. ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു പെൺകുട്ടിയാണ്, അൽഹംദുലില്ലാഹ്, ഒരു പ്രയാസം ഇല്ലാതെ കേസിലായിട്ടുണ്ട്. ഉമ്മാക്കും കുട്ടിക്കും ഒരു പ്രയാസമില്ല, അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ മജ്ലിസിൽ ചൊല്ലുന്ന ദിക്റിന്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ടാണ് അല്ലാഹ് നമ്മുടെ ഉപ്പാപ്പമാരുടെ മജ്ലിസിൽ കാവലുള്ള മഹാന്മാരായ ഉപ്പാപ്പമാരുടെ കറാമത്താണ് അല്ലാഹ്. നീ നിലനിർത്തണേ അല്ലാഹ്. അങ്ങനെ ധാരാളം ദുആ വസിയത്തുകള്, അങ്ങനെ ധാരാളം മുറാദുകൾ ഹസനായവർ അല്ലാഹുവേ നീ നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. എപ്പോഴും നമ്മൾ പറയൂല, കാര്യങ്ങൾ സാധിച്ചാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്ലിസിൽ അറിയിക്കും. ഓരോരോ കാര്യങ്ങൾ അറിയിച്ചാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. ചൊല്ലുന്നവര്, ദായിമാക്കുന്നവര് എങ്ങനെയാവണം മജ്ലിസിൽ ഞാൻ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട്, എപ്പം പങ്കെടുക്കും, ലാസ്റ്റ് ദുആക്കൊന്ന് വന്നിരിക്കും, അല്ലെങ്കിൽ ആ ഇടയിൽ വന്നൊന്നിരിക്കും. പിന്നെ എന്തെങ്കിലും പണി ഉണ്ടാവുമ്പോൾ ആരെങ്കിലും വിളിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടും. പറ്റൂല. അതല്ല മജ്ലിസിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ. ദിക്റിന്റെ മജ്ലിസ് അത് എവിടെ ഉണ്ടായാലും, അത് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും, ഇന്ന് സുലഭമായി കണ്ടുവരുന്നത് ഓൺലൈൻ മജ്ലിസാണ്. കാരണം എന്തുകൊണ്ട്? ഇന്ന് ആളുകളെ കിട്ടാനില്ല. മദ്രസിലും പള്ളികളിലും മറ്റുള്ള കോമ്പൗണ്ടുകളിലും പരിപാടി നടത്താൻ ആളുകളെ കിട്ടാനില്ല, ആളുകൾ വരാനില്ല. ഇന്ന് കൈത്തുമ്പത്ത് കാര്യങ്ങളാണ്. ലോകം മാറി, കാര്യങ്ങളും മാറി. അപ്പൊ പ്രബോധന വഴിയും മാറണം, അല്ലേ? അങ്ങനെയാണ് വേണ്ടത്. അതുകൊണ്ടാണ് മജ്ലിസുകൾ അധികരിക്കുന്നത്. അതിൽ ഹൈറായത് നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ തെരഞ്ഞെടുക്കണം. അത് അവിടെയാണ് പാളിച്ച സംഭവിക്കാൻ പാടില്ല. അത് ഹൈറായത് ചൊല്ലുന്നതൊക്കെ നിക്കറും കാര്യങ്ങളും നല്ല കാര്യങ്ങളായിരിക്കും. റൂട്ട് എവിടേക്കായെന്ന് നോക്കിയാൽ എന്നിട്ട് നിങ്ങൾ തെരഞ്ഞെടുക്കുക ഹൈറും ഷർറും. ഇൻഷാ അല്ലാഹുവേ ഞങ്ങളുടെ മജ്ലിസിനെ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് നീ ഉയർത്തണേ അല്ലാഹ്. പ്രയാസങ്ങൾ നൽകല്ലേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിന്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ സകലമായ പ്രയാസം നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. മുറാദുകൾ നീ ഹസനാക്കണേ അല്ലാഹ്. ആദ്യം മുതൽ അവസാനം വരെ ഇൻഷാ അല്ലാഹ് മജ്ലിസിൽ ഇരിക്കാം. ഇടയിൽ പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. ആദ്യം മുതൽ അവസാനം വരെ ഇരിക്കുക. നമ്മൾ ചൊല്ലുന്ന ദിക്റുകളല്ലേ, സ്വലാത്തുകളല്ലേ, ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. കൂടുതലൊന്നും പറയുന്നില്ല, ഉടനെ തന്നെ മജ്ലിസിലേക്ക് കടക്കാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദ്റത്തിലേക്ക് വിളിക്കുന്ന ഫാത്തിഹ, മഹാന്മാരായ ഔലിയാക്കളെ ഹദ്റത്തിലേക്ക് വിളിക്കുന്ന ഫാത്തിഹ. അതാണ് എല്ലാവരും പറയുന്നത്. മഹാന്മാരായ ഔലിയാക്കളെ ഹദ്റത്തിലേക്ക് വിളിക്കുന്ന പ്രഭാത സമയത്ത് വിളിക്കുന്ന ഫാത്തിഹ കൊണ്ട് തുടങ്ങുന്ന മജ്ലിസല്ലേ. എങ്ങനെ ഞാൻ പങ്കെടുക്കാതിരിക്കുക? എങ്ങനെ ഞാൻ ഇത് ദായിമാക്കാതിരിക്കുക? ദായിമാക്കണേ മുഅ്മിനീങ്ങളെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി എൻ്റെ കൂടെ പിന്നെ ഒന്നും ശ്രദ്ധിക്കരുത്, ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ ഓത്. അല്ലാഹുവിനെ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. إلى حضرة حبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا قطب رباني والعوس السمداني ملاذنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا سلطان العارفين أحمد الكبير الرفائي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا أبو الحسن الشاذلي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا فقر الدماء والسلواري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا سلطان الحمد خواجة معين الدين الجستير الأجميري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا إبراهيم بادشاه بدي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا
شاه الأمين الناوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا داود الحكيم الطفيلي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا قطب الزمان السيد علوي المنفرمي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا قطب الزمان جدي باحسن جبلني كدلندي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سليمان جن قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سيما مدوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة من ماتوا منا خاصة. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. أرحم الراحمين يا തമ്പുരാനെ ഞങ്ങളോദിയ ഫാത്തിഹയെ സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങൾ വിളിച്ച മഹാന്മാരുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. നിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ്. നീ ഹസിലാക്കണേ അല്ലാഹ്. വലുതും ചെറുതുമായ എല്ലാ മുറാദും നീ ഹസിലാക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂവണിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ വിളിച്ച ഫാത്തിഹ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ദിക്റിന്റെ മജ്ലിസിലേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി നമ്മൾ ഓരോ ദിക്ർ പറയുന്ന സമയത്ത് അതോടുകൂടി ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു 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 ലാ ഇലാഹ
ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് റഹ്മാനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയ തഅലീലിനെ സ്വീകരിക്കണം അല്ലാഹ് ദിക്റിനെ സ്വീകരിക്കണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാഹ് അവരെ ഖബറിലേക്ക് ഈ തഅലീലിനെ എത്തിക്കണം അല്ലാഹ് ഒരു നൂറാനിയത്തായി ഒരു പ്രകാശമായി അല്ലാഹുവേ നീ എത്തിക്കണം അല്ലാഹ് അല്ലാഹുവേ നീ സ്വീകരിക്കണം അല്ലാഹ് നീ കബൂലാക്കണം അല്ലാഹ് ഞങ്ങളെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ് ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ് ഈ മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ് നീ ഹസിലാക്കി കൊടുക്കണം അല്ലാഹ് ഈ തഹ്ലീലിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് നീ ഹസിലാക്കി കൊടുക്കണം അല്ലാഹ് നീ ഹസിലാക്കണം അല്ലാഹ് ഞങ്ങൾ നിന്നെ കബൂലാക്കണം അല്ലാഹ് ഞങ്ങൾ നിന്നെ കബൂലാക്കണം അല്ലാഹ് ഇൻഷാ അല്ലാഹ് അടുത്തത് ഒരു 33 പ്രാവശ്യം യാ ഹയ്യു യാ ഖയ്യൂം എല്ലാ പ്രയാസങ്ങളും ഈ ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് മാറട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളും തീരട്ടെ എല്ലാ പ്രതിസന്ധികളും അല്ലാഹുവേ നീ തരണം ചെയ്യണേ അല്ലാഹ് ഈ ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുണ്ട് നീ ഹസിലാക്കണം യാ ഹയ്യു യാ ഖയ്യൂം 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 റഹ്മാനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഈ ദിക്റിനെ സ്വീകരിക്കണം അല്ലാഹ് ഈ ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിക്കണം അല്ലാഹ് മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ് നീ ഹസിലാക്കി കൊടുക്കണം അല്ലാഹ് നീ പോണീച്ച് കൊടുക്കണം അല്ലാഹ് ധാരാളം കടങ്ങളിൽ പ്രയാസപ്പെടുന്നവർ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ് അല്ലാഹുവേ നീ വീട്ടാനുള്ള
കിട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണം അല്ലാഹ്, നീ എളുപ്പമാക്കണം അല്ലാഹ്. ലക്ഷക്കണക്കിന് കടമുള്ളവർ, കോടിക്കണക്കിന് കടമുള്ളവരുണ്ട് അല്ലാഹ്. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്, നീ നൽകല്ല അല്ലാഹ്. ഈ ദിക്റിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ കടങ്ങളെ പരിപൂർണമായി നീ തീർത്ത് നൽകണം അല്ലാഹ്, നീ തീർത്ത് നൽകണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അടുത്തത് മജ്ലിസിൽ കുറച്ച് ഇസ്തിഗ്ഫാർ ഒരു 33 പ്രാവശ്യം നമ്മളെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ, നമ്മളെ മനസ്സിലുള്ള കറകളെ മായ്ച്ചു കളയാൻ ഒരു മഹത്താക്കപ്പെട്ട ഇസ്തിഗ്ഫാർ എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ العظيم استغفر الله 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 العظيم അർഹമർ റഹീമീനായ രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഈ ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂലാക്കണം അല്ലാഹ്. ഞങ്ങളെ പാപങ്ങളെ നീ കഴുകി കളയണം അല്ലാഹ്, ഞങ്ങളെ പാപങ്ങളെ നീ പുറത്ത് നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ പാപങ്ങളെ നീ കഴുകി ശുദ്ധീകരിക്കണം അല്ലാഹ്, ശുദ്ധീകരിക്കണം അല്ലാഹ്. ഈ ഇസ്തിഗ്ഫാറിനെ നീ സ്വീകരിക്കണം അല്ലാഹ്, നീ സ്വീകരിക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്തത് മഹത്താക്കപ്പെട്ട ദിക്ർ എല്ലാവരും എൻ്റെ കൂടെ ഒരു 11 പ്രാവശ്യം ചൊല്ല്. ഒരു തബറുക്കിന് വേണ്ടി ബർക്കത്തിന് വേണ്ടി 11 പ്രാവശ്യം ചൊല്ല്. കൂടുതലൊന്നുമില്ല ഒരു 11 പ്രാവശ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. റഹ്മർ റഹീമീനായ അല്ലാഹ് ഈ മഹത്താക്കപ്പെട്ട ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂലാക്കണം അല്ലാഹ്. ഇതിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ
നീ പോണീച്ച് നൽകണേ അല്ലാ. ധാരാളം മുറാദുകളുള്ളവർ മജ്ലിസിലുണ്ട് അല്ലാ, നീ സഫലീകരിച്ച് കൊടുക്കണേ അല്ലാ. ഒരു വീടില്ലാത്തവര്, വീടിന് കൊതിക്കുന്നവര് മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാ. ഒരു ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഒരു കുഞ്ഞിക്കാല് കൊതിക്കുന്നവരുണ്ട് അല്ലാ. അല്ലാഹുവേ സ്വാലിഹത്തായ സ്വാലിഹീങ്ങളായ മക്കളെ നീ കൊടുക്കണേ അല്ലാ. അത് കൺകുളിർമയോടെ കാണാൻ അല്ലാഹു അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാ. നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവര് മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാ. ഒരു ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാ. നീ പ്രദാനം ചെയ്യണേ അല്ലാ. ബുദ്ധിമുട്ടുകളെ നീ തീർത്ത് നൽകണേ അല്ലാ. പ്രയാസങ്ങളെ നീ അകറ്റി നൽകണേ അല്ലാ. തടസ്സങ്ങളെ നീ തീർത്ത് നൽകണേ അല്ലാ. അടുത്ത ദിക്ർ ഇൻഷാ അല്ലാഹ്. അടുത്ത ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. 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 റഹ്മാൻ റഹീമീനായ അല്ലാഹ്, ഈ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂലാക്കണം അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങളെ നീ മാറ്റി നൽകണം അല്ലാഹ്. ബുദ്ധിമുട്ടുകളെ നീ തീർത്ത് നൽകണം അല്ലാഹ്. ധാരാളം രോഗികൾ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ, രോഗങ്ങൾ പരിപൂർണമായ ശിഫാ നീ നൽകണം അല്ലാഹ്. ഈ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് മാരകമായ രോഗങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. മാരകമായ ക്യാൻസർ രോഗം നൽകല്ല അല്ലാഹ്. ട്യൂമർ നൽകല്ല അല്ലാഹ്. അറ്റാക്ക് ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. അല്ലാഹുവേ, പേടിപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന രോഗങ്ങളല്ലോ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ ഒരു പവർഫുൾ ആയിട്ടുള്ള ദിക്റാണ്. നമ്മളെ കാര്യങ്ങൾ നേടിയെടുക്കാൻ, നമ്മളെ പ്രയാസങ്ങൾ മാറാൻ ഈ ദിക്ർ ചൊല്ലിക്കോ. മഹാന്മാരായ അമ്പിയാക്കൾ ചൊല്ലിയ ദിക്റാണ് ചൊല്ലിക്കോ. പ്രയാസഘട്ടത്തില് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ചൊല്ലിക്കോ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. 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 റഹ്മാൻ റഹീമീനായ തമ്പുരാനെ, ഈ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ് അല്ലാഹ്. അതിൽ നിന്ന് വലിയ കര ഞങ്ങൾക്ക് നീ കാണിക്കണം അല്ലാഹ്. കടത്തിലാണ് അല്ലാഹ്, ധാരാളം വിഷമത്തിലാണ് അല്ലാഹ്, ടെൻഷനിലാണ് അല്ലാഹ്, മാനസിക പ്രയാസത്തിലാണ് അല്ലാഹ്. അല്ലാഹുവേ, പൈശാചികമായ ഉപദ്രവത്തിലാണ് അല്ലാഹ്. അല്ലാഹുവേ, ഇതിനൊക്കെ വലിയ കര അല്ലാഹ് നീ കാണിക്കണം അല്ലാഹ്. ഈ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് പ്രയാസങ്ങളിൽ നിന്നല്ലാഹ് നീ കരകയറ്റണേ അല്ലാഹ്. നീ കരകയറ്റണേ അല്ലാഹ്. നീ കരകയറ്റണേ തമ്പുരാനേ.
ഇൻഷാ അല്ലാഹ് അടുത്തത് മജ്ലിസിൽ കുറച്ച് സ്വലാത്തുകൾ നമുക്ക് ചൊല്ലാം. ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക്, അവിടുത്തെ കരളിന്റെ കഷ്ണമായ മഹദിയായ ഫാത്തിമ ബീവി ചൊല്ലിയ സ്വലാത്ത് എൻ്റെ ഉമ്മമാരെ, എൻ്റെ സഹോദരിമാരെ നിങ്ങൾ ചൊല്ലണേ. മഹദിയായ ഫാത്തിമ ബീവി ചൊല്ലിയ സ്വലാത്ത് ഈ മാസത്തിൽ നിങ്ങൾ ചൊല്ല്, ഈ മാസത്തിൽ നിങ്ങൾ ചൊല്ല്. അല്ലാഹുമ്മ സല്ലി അലൻ നൂരി വഹ്ലി, اللهم صل على النور وهلي، 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 اللهم صل على النور وهلي. അർഹമുർറഹീമീനായ അല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിനെ ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ അല്ലാഹ്. അതിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്. അർഹമുർറഹീമീനായ അല്ലാഹ്, ധാരാളം സഹോദരിമാര് മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്. മഹദിയായ ഫാത്തിമ ബീവിയോടുകൂടെ അവരെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാഹ്, നീ പ്രവേശിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിനെ ഇഷ്ടപ്പെടുന്ന ധാരാളം സഹോദരിമാരുണ്ട് അല്ലാഹ്. ഒരു സഹോദരിക്കും അല്ലാഹ് സ്തനർബുദം നീ കൊടുക്കല്ലോ അല്ലാഹ്. സ്തനത്തിന്റെ ഭാഗത്ത് മുഴവന്ന് കുരുവന്നത് മുറിച്ചു മാറ്റുന്ന അവസ്ഥ അല്ലാഹ് മജ്ലിസ് കാണുന്ന ഒരു സഹോദരിക്കും ഒരു ഉമ്മാക്കും നീ കൊടുക്കല്ലോ അല്ലാഹ്, നീ കൊടുക്കല്ലോ അല്ലാഹ്. ഒരു മജ്ലിസിനെ ഹൃദയത്തോട് വെച്ച് കിട്ടം വെക്കുന്നവരാണ് അല്ലാഹ്. ഒരു മജ്ലിസ് കണ്ടില്ലെങ്കിൽ തങ്ങളെ എന്തായിരുന്നു പ്രയാസം എന്ന് ചോദിക്കുന്നവരാണ് അല്ലാഹ്. നീ കൊയക്കല്ലോ അല്ലാഹ്, നീ തളർത്തല്ലോ അല്ലാഹ്. അല്ലാഹ് അവർക്ക് ബുദ്ധിമുട്ടോ അടങ്ങാറോ നീ കൊടുക്കല്ലേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിൽ നമുക്ക് കുറച്ച് ദുആ വസിയത്തുകൾ വായിക്കുക. എപ്പോഴും നമ്മൾ വായിക്കുന്നത് പോലെ എല്ലാവരുടെയും നമ്മൾ വായിക്കാറുണ്ട്. എല്ലാവരും പ്രതീക്ഷയിലാണ് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നതും ദുആ വസിയത്തുകൾ അറിയിക്കുന്നത്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. മക്കൾക്ക് ഖൈറായ കല്യാണം കിട്ടാനും കടങ്ങൾ വീടാനും മക്കൾ സ്വാലിഹീങ്ങളായി വളരാനും മകന് നീറ്റ് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് കിട്ടാനും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിക്കാനും തങ്ങളുപ്പാ പ്രത്യേകം ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹുവേ ഒരു ഖൈറായൊരു ഇണയനെ അടുപ്പിക്കണേ അല്ലാഹ്. ആ പൊന്നുമകൾക്ക് ഖൈറായൊരു ഇണയനെ അടുപ്പിക്കണേ അല്ലാഹ്. മക്കളുടെ പരീക്ഷയിലും പരീക്ഷണങ്ങളിലും അവരെ വിജയിപ്പിക്കണേ അല്ലാഹ്, നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. മകൻക്ക് ജോലി ലഭിക്കാൻ 1000 രൂപ നേർച്ചയാക്കിയിട്ടുണ്ട്. പ്രത്യേകം ദുആ ചെയ്യ് ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ ഖൈറായൊരു ജോലി നീ അടുപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ നേർച്ചയുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഖൈറായൊരു ജോലി നീ അടുപ്പിക്കണേ അല്ലാഹ്. ഭാര്യയുടെ മനസ്സ്
മാറി തിരിച്ചു വരാൻ ഉസ്താദ് ദുആ ചെയ്യണം. അല്ലാഹുവേ അവരെ ഇടയിൽ നീ സ്നേഹം നീ വർദ്ധിപ്പിക്കണേ അല്ലാഹു. എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ നീ മനസ്സ് നീ കൊടുക്കണേ നീ കൊടുക്കണേ വീട്ടിൽ സമാധാനം ഉണ്ടാവാൻ ദുആ ചെയ്യണം. അല്ലാഹുവേ വീട്ടിൽ അല്ലാഹുവേ നീ സമാധാനവും ഐക്യവും നീ നിലനിർത്തണേ നീ നിലനിർത്തണേ ഭർത്താവിന് അന്യ പെണ്ണുമായി അടുപ്പമുണ്ട്, ഈ ബന്ധമില്ലാതായി കിട്ടാൻ ദുആ ചെയ്യണേ തങ്ങളുപ്പ. പ്രത്യേകമായി ദുആ ചെയ്യണേ. വലിയ വിഷമത്തിലും പ്രയാസത്തിലുമാണ് തങ്ങളുപ്പ. അല്ലാഹുവേ അല്ലാഹുവേ അവരുടെ ഭർത്താവിൻ്റെ ആ സ്വഭാവം, ആ ദുശീലം നീ മാറ്റിക്കൊടുക്കണേ ഭാര്യയുമൊത്ത് സ്നേഹത്തോടുകൂടി മക്കളുമൊത്ത് സ്നേഹത്തോടുകൂടി ജീവിക്കാനുള്ള മനസ്സ് ആ ഭർത്താവിന് നീ കൊടുക്കണേ നീ കൊടുക്കണേ തമ്പുരാനേ. എൻ്റെ പൊന്നുമക്കൾക്ക് തങ്ങളെ, എൻ്റെ പൊന്നുമക്കൾക്ക് നല്ലത് മാത്രം വരാൻ ദുആ ചെയ്യണേ. അല്ലാഹുവരുടെ മക്കളെ നീ നന്നാക്കണേ നീ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ വളരെയധികം ബുദ്ധിമുട്ടിലും ടെൻഷനിലും തങ്ങളുപ്പാ മനസ്സമാധാനം കിട്ടാൻ ദുആ ചെയ്യണേ. അല്ലാഹുവേ ടെൻഷൻ നീ മാറ്റിക്കൊടുക്കണേ മനസ്സമാധാനം നീ നിറക്കണേ ആമീൻ ആമീൻ ആമീൻ. തങ്ങളെ ദുആ ചെയ്യണേ. വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്നു, നാം ബിസിനസ്സിൽ ബർക്കത്തുണ്ടാകാൻ ദുആ ചെയ്യണേ. അല്ലാഹുവിന്റെ ബിസിനസ്സിലും ജോലിയിലും നീ ബർക്കത്ത് നീ പ്രദാനം ചെയ്യണേ മക്കൾക്ക് ജോലിയിൽ ബർക്കത്തുണ്ടാവാൻ ദുആ ചെയ്യണേ. അല്ലാഹുവേ പൊന്നു മക്കൾക്ക് നീ ജോലിയിൽ ബർക്കത്ത് കൊടുക്കണേ മക്കൾ നന്നാവാനും കടങ്ങൾ വീടാനും ദുആ ചെയ്യണേ. അല്ലാഹുവേ മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ കടങ്ങളെ നീ വീട്ടിൽ കൊടുക്കണേ തങ്ങളെ പേരക്കുട്ടികൾക്ക് ഹാർട്ടിൽ ഹോളുണ്ട്, ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടാനും പനി കഫക്കെട്ട് ഹോസ്പിറ്റലിലാണ് ദുആയിൽ ഉൾപ്പെടുത്തണേ. അല്ലാഹുവേ അവരുടെ അസുഖങ്ങളെ നീ പരിപൂർണമായി ആജിലായ കാമിലായ ശിഫ കൊടുക്കണേ ആരെല്ലാമാണോ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തത് അവരെ പ്രയാസം നീ മാറ്റിക്കൊടുക്കണേ അവർ അസുഖങ്ങളെ നീ ശിഫ കൊടുക്കണേ നീയാണ് ഷാഫിഅ തമ്പുരാനെ, നീ ശിഫ കൊടുക്കണേ ഞങ്ങൾ ചൊല്ലിയ മജ്ലിസിൽ ചൊല്ലിയ ദിക്റിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് നീ ശിഫ കൊടുക്കണേ കല്യാണത്തിന്റെ വീട് കാണലിനും അന്വേഷണത്തിനും വേണ്ടി 13 പോകുന്നുണ്ട്. അവർ പോയി സന്തോഷത്തോടെ തിരിച്ചു വരാൻ തങ്ങളെ ദുആ ചെയ്യണേ. അല്ലാഹുവേ സന്തോഷത്തോടുകൂടി എന്താണോ ഹൈറായ ഒരു വാർത്ത നീ കേൾപ്പിക്കണേ നീ കേൾപ്പിക്കണേ തങ്ങളെ ധാരാളം മുറാദുണ്ട്. കടങ്ങൾ കൊണ്ട് വലിയ വിഷമത്തിലാണ് മക്കൾ, ഗൾഫിലാണ്. എൻ്റെ മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാതിരിക്കാനും എൻ്റെ മക്കൾക്ക് ഭർത്താവിനും ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സിനും വേണ്ടി ദുആ ചെയ്യണേ. മകന്റെ ലൈസൻസിന്റെ കാര്യം കൂടി ദുആയിൽ ഉൾപ്പെടുത്തണേ. അല്ലാഹുവേ മജ്ലിസ് സ്ഥിരമായി കാണുന്നവരാണ് അല്ലാഹുവിന്റെ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ കടങ്ങൾ നീ തീർത്ത് കൊടുക്കണേ മകന്റെ ജോലിയിൽ അഭിവൃദ്ധി കൊടുക്കണേ ലൈസൻസ് അല്ലാഹുവേ കൈകളിൽ നീ എത്തിക്കണേ ചെയ്യണ ഉസ്താദേ. മുറാദുകൾ ഉണ്ട്, ഇൻഷാ അല്ലാഹ് മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണം. ഹൈറായ ഗവൺമെന്റ് ജോലി വേഗം ശരിയാവാൻ ദുആ ചെയ്യണേ. അല്ലാഹുവേ ഹൈറായ ജോലി അല്ലാഹുവേ നീ അടുപ്പിക്കണേ പേരക്കുട്ടികൾക്ക് 2 ആൾക്ക് കണ്ണിന് കാഴ്ചയില്ല, കണ്ണാട വെക്കാതിരിക്കാൻ ഞങ്ങളെ ദുആ ചെയ്യണേ. ഇൻഷാ അല്ലാഹ് കണ്ണിന് നീ കാഴ്ച നീ പ്രദാനം ചെയ്യണേ. എല്ലാ മുറാദുകളും ഹസിലാവാൻ ദുആ ചെയ്യണേ. ആ മുറാദ് നീ ഹസിലാക്കി കൊടുക്കണേ. ഡൈവേഴ്സാണ്, മോളെ പോലെ അവർ നോക്കുന്നില്ല, വീടില്ല, ഒരുപാട് പ്രയാസത്തിൽ. അല്ലാഹുവേ അല്ലാഹുവേ ഹൈറായൊരു ഭവനം നീ കൊടുക്കണേ കൊടുക്കണേ. നല്ല ശമ്പളവും ജോലിയും കിട്ടാൻ ദുആ ചെയ്യണം. ഞങ്ങളിപ്പോ ഹൈറായ ജോലി നീ അടുപ്പിക്കണേ നല്ല സാലറി നീ കൊടുക്കണേ സാലറിയിൽ വർധനവ് കൊടുക്കണേ എക്സാം റിസൾട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ദുആ ചെയ്യണേ. അല്ലാഹുവേ പരീക്ഷയിലും പരീക്ഷണങ്ങളിലും നീ വിജയിപ്പിക്കണേ എക്സാമിൽ ഉന്നത മാർക്ക് കൊടുക്കണേ നാത്തൂന്റെ പിണക്കം മാറാൻ ദുആ ചെയ്യണേ. തങ്ങളെ അല്ലാഹുവേ പിണക്കം മാറി നീ ഇണക്കം നൽകണേ
അവരുടെ ഇടയിൽ നീ ഇണക്കം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. മകൻ ഗൾഫിൽ നിന്ന് വന്ന് പുരപ്പണിക്ക് തയ്യാറാവാൻ തങ്ങളെ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. തങ്ങളെ മക്കൾക്ക് ജോലിയിൽ ബർക്കത്ത് ഉണ്ടാവാൻ ദുആ ചെയ്യണേ അല്ലാഹുവേ. ജോലിയിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. അങ്ങനെ ധാരാളം ദുആ വസിയത്തുകൾ, എല്ലാ ദുആ വസിയത്തും ഇൻഷാ അല്ലാഹ് നമ്മൾ വായിച്ചിട്ടുണ്ട്. അല്ലാഹുവേ ദുആ വസിയത്തുകൾ ചെയ്തവരുടെ അല്ലാഹു എല്ലാ മുറാദും നീ ഹസനാക്കി കൊടുക്കണേ അല്ലാഹ്. അവരെ പ്രയാസം നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അവരെ മുറാദ് നീ ഹസനാക്കണേ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ആമീൻ പറയാം. ഇഖ്ലാസോടുകൂടി ദുആയിലേക്ക് കടക്കാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറ. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا معين يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا رافع يا الله، يا مذل يا الله، يا سميع يا الله، يا ذا الجلال والإكرام يا الله. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. يا ودود يا ودود يا ودود يا الله. أرحم الراحمين يا രാജാതി രാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമർ റഹീമീനായ തമ്പുരാനെ, അടിമകളായ ഞങ്ങൾ യജമാനനായി നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്, ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഹസദില്ലാത്ത കിബ്റില്ലാത്ത നല്ല സംശുദ്ധമായ ഹൃദയങ്ങളാക്കണേ അല്ലാഹ്, ഹൃദയങ്ങളാക്കണേ തമ്പുരാനെ. ഈ പവിത്രമാക്കപ്പെട്ട ദിനത്തിൽ അല്ലാഹ് ഞങ്ങളിതാ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം നൽകണേ അല്ലാഹ്, ഉത്തരം നൽകണേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ധാരാളം മുറാദുകൾ അവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഈ ദിവസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളിൽ കഴിഞ്ഞു പോയ മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, അവരെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്, അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. ധാരാളം മുറാദുള്ളവർ തങ്ങളെ ദുആ ചെയ്യണേ, മജ്ലിസിൽ പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ മുറാദ് അല്ലാഹ് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ തമ്പുരാനെ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. നമ്മളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവര് എൻ്റെ സഹോദരിമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. ജോലി ഉള്ളവർക്ക് അല്ലാഹ് അതിൽ വലിയ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരെ ദുശീലങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്, അവരെ സ്വഭാവങ്ങളെ നീ നന്നാക്കണേ അല്ലാഹ്, അവരെ ജീവിതത്തിൽ ഐക്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. റാഹത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി
ഈമാനോടുകൂടി മരണം വരെ ജീവിക്കാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണം അല്ലാ. മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാ, എൻ്റെ സഹോദരന്മാരുണ്ട് അല്ലാ. മക്കളെ നന്നാക്കണേ അല്ലാ. റൗഡികളും തമ്മാടികളും ആക്കല്ല അല്ലാ. ലഹരിക്കടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റില്ല അല്ലാ. മക്കളെ കാരണത്താൽ കണ്ണീര് വാർക്കേണ്ട ഒരവസ്ഥ അല്ലാഹുവേ ഈ മജ്ലിസ് കാണുന്ന ഒരു മാതാപിതാക്കൾക്കും അല്ലാഹുവേ നീ കൊടുക്കല്ല അല്ലാ, നീ കൊടുക്കല്ല അല്ലാ. റൗഡികളാക്കല്ല അല്ലാ, തമ്മാടികളാക്കല്ല അല്ലാ. വീടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളെയാക്കണേ അല്ലാ, മക്കളാക്കണേ അല്ലാ, മക്കളാക്കണേ അല്ലാ. കടമാണ് തങ്ങളെ, വലിയ പ്രയാസത്തിലാണ് തങ്ങളെ. ലക്ഷക്കണക്കിന് കടമുണ്ട്, കോടിക്കണക്കിന് കടമുണ്ട്. തങ്ങളെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഈ നല്ല ഒരു ദിവസത്തിൽ അല്ലാ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങള് അല്ലാ നീ തട്ടി മാറ്റല്ല അല്ലാ. അവരെ കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ലക്ഷക്കണക്കിന് കടമുണ്ടെങ്കിലും കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും അല്ലാഹുവേ തീർക്കാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ, നീ നൽകല്ല അല്ലാ. ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ, നീ എളുപ്പമാക്കണേ തമ്പുരാനെ. ഒരു വീടില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാ, ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് അവരെ വിവാഹ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഒരു ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ, സ്വലീഹീങ്ങളായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ, നീ അടുപ്പിച്ച് കൊടുക്കണേ അല്ലാ. അവരുടെ ജോലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രയാസം പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഹൈറായ ജോലി മക്കൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. വിസിറ്റിങ്ങിന് പോയതാണ് തങ്ങളെ, 3-4 മാസമായി റൂമിലാണ്. CV ധാരാളം ഓഫീസുകളിൽ കൊടുത്തു, ഒരു വിളിയുമില്ല തങ്ങളെ. ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ, സങ്കടം പറഞ്ഞവരുണ്ട് അല്ലാ. മക്കൾക്ക് ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാ, നീ പ്രദാനം ചെയ്യണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ ഞങ്ങളെ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നല്ല മനസ്സ് നീ നൽകണേ അല്ലാ. ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. രോഗങ്ങളെ നീ പരിപൂർണമായി ശിഫാ നീ നൽകണേ അല്ലാ. മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ നിത്യ രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാ. പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, പ്രമേഹം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഊരവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, നീ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. കാൽവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അല്ലാഹുവേ നീ പരിപൂർണമായി ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കിഡ്നി സംബന്ധമായ രോഗികള്, ലിവർ സംബന്ധമായ രോഗികള്, വയറ് സംബന്ധമായ രോഗികള്, ഹൃദയ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ തല സംബന്ധമായ രോഗികള്, കാത് സംബന്ധമായ രോഗികള്, കൺ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ നീ പരിപൂർണ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. മൈഗ്രീന്റെ തലവേദനയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. നീ പരിപൂർണ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കൺകാഴ്ച മങ്ങി വരുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. കാഴ്ച ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. കേൾവി ശക്തി കുറഞ്ഞു വരുന്നവരുണ്ട് അല്ലാ. അല്ലാഹുവേ കേൾവി ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളെ ശരീരത്തിൽ അല്ലാ ഒരു രോഗവും നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ തമ്പുരാനെ.
അല്ലാഹുവേ ഞങ്ങൾ സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുപോയി കെട്ടിവെക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ, നീ നൽകല്ല അല്ലാ, നീ നൽകല്ല അല്ലാ. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ, നീ നൽകല്ല തമ്പുരാനെ. മരണം ഹൈറാകുന്ന സമയത്ത് എല്ലാവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ, ഞങ്ങളെ ചേർക്കണേ അല്ലാ. റഹ്മാനായ അല്ലാ, ധാരാളം പ്രവാസികളെ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാ, ഞങ്ങളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് അല്ലാ, മജ്ലിസിലേക്ക് സഹായിക്കുന്നവരുണ്ട് അല്ലാ, സഹകരിക്കുന്ന പ്രവാസികളുണ്ട് അല്ലാ. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടീനാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്കു നീ കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ ആമീൻ പറയുന്ന ഒരു ആമീൻ പറയുന്ന പ്രവാസികളുടെ ഭാര്യമാരുണ്ട് അല്ലാ, അവർക്ക് കൊടുക്കല്ല അല്ലാ, നീ കൊടുക്കല്ല തമ്പുരാനെ. തനാസുൽ മാറി കിട്ടിയിട്ടില്ല തങ്ങളെ, ഇഖാമ റെഡിയായിട്ടില്ല, ദുആസിനെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, ആ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് റാഹത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ധാരാളം ദ്വീപിലുള്ള എൻ്റെ സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എൻ്റെ ദ്വീപുകാരൻ നീ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. ഞങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ് ദ്വീപുകാർ, അവരെ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല തമ്പുരാനെ. ധാരാളം ആളുകൾ മജ്ലിസ് അല്ലാ, ഒരു മജ്ലിസ് പോലും മുടക്കാത്തവരുണ്ട് അല്ലാ, അവരെ നീ കൊയക്കല്ല അല്ലാ, അവർക്ക് പ്രയാസം കൊടുക്കല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അവരെ കടങ്ങളെ നീ വീട്ടി കൊടുക്കണല്ലാ, അവരെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണല്ലാ, അവരെ മുസീബത്തുകളെ നീ തീർത്ത് സലാമത്തവർക്ക് നീ പ്രദാനം ചെയ്യണല്ലാ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ, ആക്സിഡന്റ് അപകട മരണങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ നീ മാറ്റല്ല അല്ലാ, നീ മാറ്റല്ല തമ്പുരാനെ. ധാരാളം സഹോദരിമാരിന്റെ സഹോദരന്മാര് കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എല്ലാ മജ്ലിസിന്റെ അടിയിലും കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അവരെ മുറാദിനെ നീ ഹാസിലാക്കണേ അല്ലാ, അവരുടെ ഉദ്ദേശങ്ങളെ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ, അവരുടെ പ്രയാസങ്ങളെ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും നീ റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാ, ഐശ്വര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിറക്കണേ അല്ലാ. ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് മൗത്തായി പോയി അല്ലാ. ഞങ്ങളെ മജ്ലിസ് കണ്ടുകൊണ്ടിരുന്നവര്, കഴിഞ്ഞ വർഷം നമ്മളെ മജ്ലിസിൽ പങ്കെടുത്തവര് ഇന്ന് ഖബറിലാണ് അല്ലാ, 6 അടി മണ്ണിലാണ് തമ്പുരാനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, അവരെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാ, സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. സ്വർഗത്തിൽ നിന്നൊരു ഫിറാശ് അവരെ ഖബറിലേക്ക് നീ വിരിപ്പിച്ചിട്ട് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണ ചമ്മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന എല്ലാ ദിക്റുകളും പൊന്നുമ്മാന്റെ ഖബറിലേക്ക് ഇതിന്റെ മിസ്ല സവാബ് നീ എത്തിക്കണേ അല്ലാ, എത്തിക്കണേ അല്ലാ. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉമ്മാക്ക് മാപ്പ് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ഉമ്മ ചെയ്ത ജീവിതകാലത്ത് ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉപ്പ ഇന്ന് ഖബറിലാണ് തമ്പുരാനെ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉപ്പ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. ഉപ്പാന്റെ ഖബർ കണ്ടെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാ, വിശാല നൽകണേ അല്ലാ, വിശാല നൽകണേ തമ്പുരാനെ. റഹ്മാൻ റഹീമീനായ അല്ലാ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അതുപോലെ മൗത്താകുമല്ലോ. നിങ്ങളെ വീടിന്റെ ഉമ്മരപ്പടിയിൽ ഉണക്കക്കെട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തുമല്ലോ. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കില് പഞ്ഞിതിരുക
തീർക്കപ്പെടുമല്ലോ. ആ സമയത്ത് മുഖത്ത് ഈമാനിന്റെ പ്രഭ നൽകണമല്ലോ, മുഖത്ത് ഈമാനിന്റെ പ്രഭ നൽകണമല്ലോ, മുഖത്ത് ഈമാനിന്റെ പ്രഭ നൽകണമല്ലോ. ഞങ്ങളെ ജനാസയും ചുമന്ന് വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ, ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ, ഞങ്ങളെ ജനാസയെ ചേർക്കണേ തമ്പുരാനെ. ഊരക്കമുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും. ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടുമല്ലോ. ഖബറിൽ രക്ഷ നൽകണമല്ലോ. നിന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണമല്ലോ. നീ നൽകണമല്ലോ. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണമല്ലോ. അമാലുകളെ കൂട്ടാളിയാക്കണേ തമ്പുരാനെ. റഹ്മുർ റഹീമീനായ അല്ലാഹ്, ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റമേറ്റം ഉദവി നൽകണേ അല്ലാഹ്, ഏറ്റമേറ്റം ഉദവി നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ളുൽമി സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.